നമസ്കാരം. വാർത്തകളുമായി വാർത്താനേരം ആരംഭിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ് വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സിപിഎമ്മിന്റെ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കുവാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം. പങ്കെടുക്കാത്തവർക്ക് അടുത്ത മാസം മുതൽ തൊഴിലുണ്ടാകില്ലെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി. കണ്ണൂർ മയിൽ പഞ്ചായത്ത് അംഗം സുചിത്രയുടെ വാട്സാപ്പ് സന്ദേശം പുറത്താണ്. മുഴുവൻ ആളും ആ ജാഥയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനല്ല. അപ്പം വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അല്ല പരിപാടിക്കൊന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത പണീന്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം കേട്ടാ. കോഴിക്കോട്ടെ ജാഥയിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തേക്കും. പ്രതിപക്ഷ ഐക്യത്തിൽ തീരുമാനമെടുക്കുവാൻ കോൺഗ്രസ് പ്ലീനറി സമ്മേളനം. പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധപ്പെടാൻ സഖ്യകക്ഷി രൂപീകരിച്ചേക്കും. നിർണായക രാഷ്ട്രീയ പ്രമേയം ഇന്ന് അവതരിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടത്തിയവർ കുടുങ്ങും. ഫണ്ട് തട്ടാൻ കൂട്ടുനിന്നവർക്കെതിരെ കർശന നടപടിക്ക് നീക്കം. റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർമാർക്കുമെതിരെ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി നാഗാലാൻഡും മേഘാലയയും. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. റാലികളും റോഡ് ഷോയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്തെങ്ങും താമര വിരിയണമെന്നത് ജനത്തിന്റെ ആഗ്രഹമെന്ന് പ്രധാനമന്ത്രി മേഘാലയയിൽ. വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. ദക്ഷിണാഫ്രിക്കയുടെ ഫൈനൽ പ്രവേശം ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ICC ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിലെത്തുന്നത് ഇതാദ്യം. മത്സരം നാളെ വൈകിട്ട് 6:30.